ഒന്നാന്തരം പായസം. നാട്ടിൽ പോയാലും ഒരു ഫീലിങ്. നമ്മൾ മലയാളികൾ അയർലൻഡുകാരുടെ ഭക്ഷണ സംസ്കാരത്തിലേക്കൊക്കെ അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറും. എന്നാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും നല്ല നാടൻ ഊണ് കഴിക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ നാടൻ ഊണ് കഴിക്കണമെങ്കിൽ നമുക്ക് ചെല്ലാവുന്ന അധികം സ്ഥലങ്ങളൊന്നുമില്ല. ചൂട് ഉഴുന്നുവടയുണ്ട്, പഴംപരിയുണ്ട്, പരിപ്പുവടയുണ്ട്, നല്ല മസാല ദോശയുണ്ട്. വളരെ കുറച്ച് മലയാളി റെസ്റ്റോറൻറ്റ്സേ ഉള്ളൂ നമുക്ക് ഡബ്ലിനിൽ. അതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള റെസ്റ്റോറൻറ്റ്സുമാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നാണ്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കുന്നതോടൊപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് മേടിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ചായ, നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെ നല്ല നാടൻ ചായ ഇവിടെ അടിച്ചു കിട്ടും. പോവാം, ബാ. അതും ഡബ്ലിൻ സിറ്റിയുടെ ഒത്ത നടുക്ക് താല എന്നുള്ള സ്ഥലത്താണെങ്കിലോ എല്ലാവർക്കും എത്തിച്ചേരാൻ സൗകര്യമാണ്. ലുവാസ് എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റോപ്പാണ് താല. ഊണൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ. നല്ല കുത്തരി ചോറാണ്, ബീൻസ് ഉണ്ട്, പച്ചടി, ഒരു സർപ്രൈസ് ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അവിയല്, മോരുകറിയാണ് കേട്ടോ. മോരുകറിക്കകത്ത് കാളനാണ്. പിന്നെ സാമ്പാർ. ഇതാണ് സർപ്രൈസ് പായസം. ഇത് പായസമാണ്. വെറും 10 യൂറോയേ ഉള്ളൂ. ഇവിടുത്തെ കുക്ക് മലപ്പുറത്തുകാരൻ ഒരു മലയാളി ബ്രോയാണ്. അപ്പോൾ അദ്ദേഹം മസാല ദോശയൊക്കെ നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കി തന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് മാറിയത് എന്താണ്, പാഷനാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം വീട്ടിലെല്ലാവരും നല്ലതായിട്ട് കുക്ക് ചെയ്യും, റെസ്റ്റോറൻ്റൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനും കൂടിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മുടെ ഒരു വിഷയം അല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ്. അതും കൂടെ പറയാതെ വയ്യ. കാരണം നമുക്ക് എന്ത് ജോലിയും, നമുക്ക് ഇഷ്ടമായിട്ടുള്ള എന്ത് ജോലിയും ചെയ്യാൻ നമുക്ക് സാലറിയൊക്കെ നോക്കും വലിയ വ്യത്യാസങ്ങളൊന്നും കാണില്ല. എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഈക്വൽ സാലറിയും ഈക്വൽ ബഹുമാനവും ഒക്കെ നമുക്ക് ഏത് ജോലിക്കും ഇവിടെ കിട്ടും എന്നുള്ളതും ഒക്കെയാണ്. അപ്പോൾ ബ്രോയുടെ ആ ഒരു പാഷനെയും ഒക്കെ വളരെ സന്തോഷമാണ്. പിന്നെ കൈപ്പുണ്യമൊക്കെ ഉണ്ടോ എന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. ഒന്നാന്തരം പായസം. നാട്ടിൽ പോയാലും ഒരു ഫീലിങ്. ഒരു നാടൻ ഊണ് കഴിച്ചു, അടിപൊളി. നാട്ടിലെ ഷാർജ കഴിക്കണ ആഗ്രഹമുള്ളവർ വന്ന് കഴിച്ചോളൂ. വന്നപ്പോൾ ഒരാൾ ചായ അടിക്കുന്നുണ്ടായിരുന്നു, വെൽ ഡ്രസ്സിൽ ചായ അടിക്കുന്ന ഒരാൾ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അത് മറ്റാരുമല്ല. അപ്പോൾ തിരിഞ്ഞാണ് നിന്നത്. പക്ഷേ നേരെ നിന്നിരുന്നതിൽ എനിക്കറിയാം ഇവിടുത്തെ ഓണറാണ്, നിവിലി ചേട്ടനാണ്. അപ്പോൾ എനിക്ക് മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഇവിടെ അവർ ഓണറാണെന്നോ അവിടെ വർക്ക് ചെയ്യുന്നവരാണെന്നോ ഒരു വ്യത്യാസമില്ലാതെ ചിലപ്പോൾ ഫ്രീ ആകുമ്പം കടയിൽ തിരക്ക് കൂടുമ്പം വന്ന് ചായ അടിച്ചു കൊടുക്കുക, ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒരു മുതലാളിയായിട്ട് മേൽനോട്ടം വഹിക്കാൻ എല്ലാവരെയും സ്ട്രിക്റ്റായിട്ട് നോക്കി പഠിപ്പിക്കുന്ന ഒരാളായിട്ട് വന്ന് നിൽക്കാതെ ഇതൊക്കെ അവരുടെ കൂടെ ചെയ്ത് ഒരു നല്ല ഒരു ലീഡറായിട്ട് നമുക്ക് ഈ കടയിൽ ഇടയ്ക്ക് കാണാവുന്ന ഒരാളാണ് നമ്മുടെ നിവിലി ചേട്ടൻ. അദ്ദേഹം നമുക്ക് വീഡിയോയ്ക്ക് തരാതെ മാറിക്കളഞ്ഞു. എന്തായാലും നമ്മുടെ പിന്നെ സ്പൈസ് ബസാറിനെ പറ്റിയുള്ള ഫുൾ വീഡിയോയിൽ നിവിലിയേട്ടൻ നമുക്കിവിടെ ഫിഷൊക്കെ ഇവിടെ അവർ കൊണ്ടുവരുന്ന ക്വാളിറ്റിയെ പറ്റിയും കടലിൽ നിന്ന് പിടിച്ചതിന് ശേഷം ഇത്ര സമയത്തിനുള്ളിൽ തന്നെ പാക്ക് ചെയ്ത് ഫ്ലൈറ്റിൽ കയറ്റി വരുന്ന നല്ല ഫ്രഷ് ഫിഷാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഇടുന്നതാണ്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കുന്നതോടൊപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് മേടിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. നിങ്ങളുടെ കമൻറ്റ് just ഒരു thumbs upൽ നമുക്ക് തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in next video. Bye bye from Irish Today.
ജസ്റ്റ് ഒരു തംസ് അപ്പിൽ നമുക്ക് തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം ഐറിഷ് ടുഡേ.